ഹലോ ഗൈസ്, എൻ്റെ ഒക്കെ എന്താണ് മൂൺ ഡ്രോപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ ഓവർ ദി ഹെഡ്. ഇതെനിക്ക് ആര് തന്നാണെന്ന് അറിയാമോ? തന്ന ആളി എന്നെ പറഞ്ഞിട്ട് ബ്രോ, ശബരീസ് ഇസ് വൺ ഓഫ് ദ ഗിവ് അവേ വിന്നേഴ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പൊ ഞാൻ നിനക്കൊരു സാധനം അയക്കുന്നുണ്ട്, അതിന്റെ റിവ്യൂ മര്യാദയ്ക്ക് ഇട്ടോണം, എന്റെ സ്വഭാവം അറിയില്ല. നിങ്ങൾ കേട്ടതുപോലെ ടെക് കോണ്ടന്റ് ക്രിയേറ്റർ നമ്മുടെ സ്വന്തം കോൾമി ട്രഷം ബ്രോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഗീവ് അവേ ആയിട്ട് തന്ന പ്രോഡക്റ്റ് ആണിത്. ഐ ആം സൂപ്പർ ഹാപ്പി. ഇവിടെ ഗീവ് അവേ എന്നെ വിന്നർ ആയിട്ട് സെലക്ട് ചെയ്തത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ജസ്റ്റ് ഇതിനെ സ്ലൈഡ് ചെയ്യുക. ഹെഡ്സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഓഡിയോ ഫൈൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കമ്പനി എനിക്ക് മൂൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടാനൊക്കെ പാടാണ്. നല്ല പാക്കിങ്ങിലാണ് പറഞ്ഞത്. ഇതിനകത്ത് വയറും അതുപോലെ തന്നെ യൂസർ മാനുവലൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. സോ ഇതായിരിക്കുന്നു നമ്മുടെ ഹെഡ്ഫോൺ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സാധനം ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതിനെ പറ്റി മൊത്തമൊക്കെ നോക്കിയിട്ടൊന്ന് വരാം. ഹലോ ഗൈസ്, ഏകദേശം 1-2 ആഴ്ചയായിട്ട് ഇപ്പൊ ഈ മൂൺ ഡ്രോപ്പ് എഡ്ജ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പോ പാട്ടൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്തു, ഗെയിം കളിച്ച് നോക്കി, സിനിമ കണ്ടു. സോ അപ്പോൾ ഇത് തോന്നിയിട്ടുള്ള സ്ട്രിക്ട്ലി എന്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും പറയും. ദൈവത്തെ ഓർത്ത് നിനക്ക് ഗീവ് കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ നീ അത് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവ് കണ്ടുപിടിക്കണമെന്ന് ദൈവത്തെ ഓർത്ത് ചോദിക്കരുത്. ഞാൻ ഇതിനകത്ത് ഫുൾ എന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കെന്ത് തോന്നി, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് എങ്ങനെ വർക്കായി, ഇതിന്റെ കംഫർട്ട് എങ്ങനെയാണ്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ കം ടു ദി മാറ്റർ. മൂൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ഓഡിയോ പ്രോഡക്ട്സ് ഇറക്കുന്ന ഒരു കമ്പനിയാണ്, ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്. ബഡ്ജറ്റ് ഓവർ ദി ഹെഡ് ആണ്. ആൻഡ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ അവർ ബഡ്ജറ്റ് ഓവർ ദി ഹെഡ് എന്നുള്ള നിലയിൽ എന്റെ ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്. ഇതിന്റെ മുകളിലായിട്ട് ലെതറാണ് പറഞ്ഞത്, ഇവിടെ ലെതറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിലൊക്കെ വെക്കാൻ സമയത്ത് നല്ല കംഫർട്ടാണ്. എനിക്ക് പേഴ്സണലി നല്ല കംഫർട്ടാണ് അടുത്തോളം തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ബട്ട് എനിക്ക് അടിപൊളി കംഫർട്ടായിരുന്നു. ഞാൻ ഇത് വെച്ച് സിനിമ കണ്ടോക്കി, ഗെയിം കളിച്ചു. സിനിമ കാണാനായിട്ട് 2 മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ചെവി വേദനിക്കുക, ചെവി വേർക്കുക, അങ്ങനത്തെ യാതൊരു ഇഷ്യൂ, ചെവിയിൽ ചൂടടിക്കുക, അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആയിട്ടൊരു മെറ്റൽ റെട്രാക്റ്റബിൾ റൊട്ടേറ്റിംഗ് ഒരു സംഭവം ഉണ്ട്, അവർ അതിന് അങ്ങനെയാണ് പറയണത്. ആൻഡ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മൂൺ ഡ്രോപ്പിന്റെ ബ്രാൻഡിങ് കാണാം. ആൻഡ് ഇവിടെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 സ്വിച്ച് ഉണ്ട്. ANC-യുടെ സ്വിച്ച്, വോളിയം അപ്പ് ഡൗണും പിന്നെ പവർ ബട്ടനും. ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB-C പോർട്ട് കാണാൻ സാധിക്കും. ആൻഡ് ഒരു ലൈറ്റും ഉണ്ട്. പിന്നെ അകത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. സ്വിച്ചസിന്റെ കാര്യത്തിനാണെങ്കിൽ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്, നമ്മൾ സാധാരണ ചെവിയിൽ വെക്കുമ്പോൾ ഒരു ഓവർ ദി ഹെഡില് വോളിയം അപ്പ്, അതായത് ഏതിലായാലും വോളിയം അപ്പ് മുകളിലും വോളിയം ഡൗൺ താഴെയും. പക്ഷെ ഇതിൽ നേരെ തലവത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് അവന്മാര്. വോളിയം ഡൗൺ മുകളിലും വോളിയം അപ്പ് താഴെയും. ഇനി ചൈനയിൽ എങ്ങനെയാണ് അന്തേലും എന്തിനായാലും അങ്ങനെ കുറെ കണ്ണതിരുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 5.4 ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഹൈ എനർജി എഫിഷ്യൻസി ചിപ്പ് അവരത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഇതിനകത്ത് LDAC എന്ന് പറഞ്ഞ കോഡക്കിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈ റെസൊല്യൂഷൻ ഓഡിയോസ് കേൾക്കാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ഓഡിയോ നല്ല ഹൈ റെസൊല്യൂഷനിൽ ലോസ് ഇല്ലാതെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ഈ ലോസ്ലെസ് ഓഡിയോ ഒക്കെ കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഓഡിയോ കംപ്രസ് ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരു ഫുൾ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഹൈബ്രിഡ് ANC ഉണ്ട്. അപ്പൊ ANC പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ANC തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുറത്തുള്ള സംഭവം ഒന്നും കേൾക്കാൻ പറ്റാത്തതല്ല. അതൊക്കെ ഫാനിന്റെ സൗണ്ട് ഒക്കെ അത്യാവശ്യം കേൾക്കാൻ പറ്റും. എങ്കിലും ANC അവിടെ ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ചെവി വെച്ച് ആ ഒരു ANC-യിൽ വെച്ച് പാട്ട് കേൾക്കുമ്പോഴേ, ANC ഇല്ലാതെ പാട്ട് കേൾക്കുമ്പോഴേ അത് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. 40 mm ലോ ഡിസ്ട്രക്ഷൻ ഡ്രൈവർ ആണ് ഇതിനകത്തിരിക്കുന്നത്. അർലിയം പ്ലേറ്റഡ് ഡയഫ്രാം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നൈസ് ആണ്. ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 48 hours ഓഫ് ലോങ് ബാറ്ററി ലൈഫ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് പറഞ്ഞിട്ട് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂറത്തെ പ്ലേറ്റ് ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് ഇതിന് സപ്പോർട്ട് ഉണ്ട്. ഇതിന്റെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ അറ്റ് ടൈം ഫോണിലും നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐപാഡോ ടാബ്ലറ്റോ ഏതിലോ വേണോ നിങ്ങൾക്ക് അത് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പവർ ഓഫ്, പവർ ഓൺ പോയിട്ട് ബാക്കി എല്ലാത്തിനും ചൈനീസിലാണ് പറയുന്നത്. ഇപ്പൊ ANC മോഡ് ഓൺ ചെയ്യാനാണെങ്കിൽ, നോർമൽ മോഡിലോട്ടാണെങ്കിൽ, ട്രാൻസ്പെറൻസി മോഡിലോട്ടാണെങ്കിൽ അതെല്ലാം ചൈനീസിലാണ് പറയുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2 സൈഡും നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിലനുസരിച്ച് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു പെട്ടിക്കത്തിന് ഇതുപോലത്തെ ഒരു പൗച്ച് കിട്ടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ഇതാണ് മൂൺ ഡ്രോപ്പിന്റെ ആപ്പ്. ആപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളുള്ള ഫോൺ മറ്റേ ആപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശോകമാണ്. എഡ്ജ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോഡിംഗ് സമയമൊക്കെ ഉണ്ട്. ആൻഡ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ANC, അതായത് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ANC ആണ്. ട്രാൻസ്പെറന്റ് മോഡുണ്ട്. അതുപോലെ ANC സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ANC ഓൺ ചെയ്യാൻ, ഓഫ് ചെയ്യാൻ, ട്രാൻസ്പെറൻസി മോഡിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അവിടെ. പിന്നെ താഴെയായിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് LDAC അതിനകത്ത് കയറി ഓൺ ചെയ്യാൻ പറ്റും കോഡക്ക്. അതല്ലാതെ ടൂൺ ഈക്വലൈസർ എന്നതിനകത്ത് മൊത്തം 5 എണ്ണമാണുള്ളത്. ബാലൻസ്, എക്സ്ട്രാ ബാസ്, കൺട്രി സ്റ്റൈല്, ഓൾഡ് സ്റ്റുഡിയോ സ്റ്റൈല്, വൈൽ സോളോ. ഇതിനകത്തുള്ള ഈക്വലൈസറിനൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് അത്യാവശ്യം കുഴപ്പമില്ല, ഡീസെന്റ് ആണ്. ഒരു നാച്ചുറൽ സൗണ്ട് കിട്ടാനായിട്ട് അത് ഓക്കെയാണ്. എക്സ്ട്രാ ബാസിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ബാസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ബാലൻസ് എന്താണ് കിട്ടുന്നത് അത് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് എക്സ്ട്രാ ബാസ് പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്തൊരു ശകലം പോലും ബാസ് കൂടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ കൺട്രി സ്റ്റൈലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയം നല്ല രീതിയിൽ കൂടും. ബാലൻസിൽ ഒരു ആവറേജ് വോളിയമാണ്. പക്ഷേ ഇതിനകത്ത് നല്ല വോളിയം കയറും.
അപ്പോൾ ചില പാട്ടുകൾ നമ്മൾ ഓഡിയോ ഇച്ചിരി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് അത് കേൾക്കാൻ പറ്റും. ഇൻസ്ട്രുമെന്റൽ സെപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നൈസ് ആയിട്ട് കേൾക്കാൻ പറ്റും. ആൻഡ് ഓൾഡ് സ്റ്റുഡിയോ സ്റ്റൈൽ എനിക്ക് അത്ര വർക്കായില്ല, കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. ചില മ്യൂസിക് സെലക്റ്റീവ് ആയിട്ട് മാത്രമേ എനിക്കത് തോന്നുന്നുള്ളൂ. ആൻഡ് വയലിൻ സോളോ എന്ന് പറയുമ്പോൾ ഈ കുറച്ച് വയലിൻ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ആൻഡ് ദാറ്റ് കൺട്രി സ്റ്റൈൽ ആയിട്ട് ബാലൻസ് അത്യാവശ്യം നൈസാണ്. അപ്പോൾ അത്രയാണ്. പിന്നെ ഫയർവെയർ അപ്ഡേറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ഇതുവരെ എനിക്കത് വന്നിട്ടില്ല. അപ്പോൾ അത്രയാണ് ഇതിന് ആപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് പറഞ്ഞത് 7,000 6,000 ആ റേഞ്ചാണ്. ഇത് നമുക്ക് ഇന്ത്യ കിട്ടത്തില്ല, ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യും. ആൻഡ് ഇതെനിക്ക് ഷസാം ബ്രോ ഗിഫ്റ്റ് തന്നതാണ്, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ. ആൻഡ് ഷസാം ബ്രോ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. ഇത് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളതിലൊന്നും നല്ല കാര്യം, ആ തരാൻ കാണിച്ച മനസ്സ്, അതിലാണ് കാര്യം. അത്രയാണ് എനിക്ക് മൂൺ റോബോട്ടിനെ പറ്റി പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് മറ്റു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള സംഭവമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നോക്കാം. ആപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നോക്കുക. അല്ലാത്ത പക്ഷം അത്യാവശ്യം പാട്ട് കേൾക്കാനൊക്കെ ഇത് നൈസാണ്. ഒരു നാച്ചുറൽ സൗണ്ട്, ഒരു ഡീസെന്റ് പ്രോഡക്റ്റ്, ആ ഒരു ബഡ്ജറ്റ് ഒരു ഡീസെന്റ് പ്രോഡക്റ്റ്, കുഴപ്പമില്ലാത്ത സാധനം. നിങ്ങളുടെ മൂൺഡ്രോപ്പ് ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, TWS ഓവർഡിയായിട്ട് ഏതെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ചെയ്തേക്കുക. അതെനിക്ക് ഉപകാരപ്പെടും, ഈ വീഡിയോ കാണുന്നവർക്കും ചിലപ്പോൾ ഉപകാരപ്പെടും, നിങ്ങളുടെ ഒപ്പീനിയൻ കൊണ്ടും കൂടെ. അതാണ് എനിക്ക് മൂൺഡ്രോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേറെ ചിലവൊന്നുമില്ല, ഫ്രീ ആണ്. പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെ പറഞ്ഞുണ്ട്, കാണുന്നുണ്ട്.